നമുക്ക് കണ്ണിന്റെ പൊസിഷനും കണ്ണിന്റെ സ്ട്രക്ചറിനെയും കുറിച്ചൊരു ധാരണ വരുത്തി വെക്കാം കേട്ടോ മക്കളെ. അപ്പൊ നോക്കളെ, കണ്ണ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കണ്ണ് അല്ലേ, നമ്മുടെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ ബാഹ്യ ലോകത്തെ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് കാഴ്ച എന്ന് പറയുന്നതാണ് ഏറ്റവും ഭയങ്കര അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാഴ്ച എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ലോകം എത്രയോ സുന്ദരമാണ്. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കണ്ണനെ വേണം. നമുക്ക് പലതും ദൂരെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാഴ്ചയില്ലാത്തവരൊക്കെ പലതും തൊട്ടാണ് അറിയുന്നത്. പക്ഷെ നമുക്ക് കണ്ണോട് മാത്രമേ അത്രയും ഭംഗി അല്ലെങ്കിൽ ബ്യൂട്ടി ഓഫ് ദ വേൾഡ് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കണ്ണ് വേണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കണ്ണ്. അതുകൊണ്ട് കണ്ണിനെ നശിപ്പിക്കരുത്. നിങ്ങൾ ചുമ്മാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കണ്ണിൽ പൊടിയൊക്കെ എടുത്ത് ഇടുക, അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല സൺഗ്ലാസസ് ഒക്കെ വാങ്ങി വെക്കുക. അതുപോലെ വേണ്ടാത്ത ലെൻസുകൾ, അതായത് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചിലരുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ ഒക്കെ കണ്ണട കാണുമ്പോൾ ഒന്ന് വെച്ച് നോക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കണ്ണ് നിങ്ങൾക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ കണ്ണിനെ എന്നും നമ്മൾ സംരക്ഷിക്കണം. നന്നായിട്ട് വെള്ളമൊക്കെ ഇട്ട് കഴുകി അങ്ങനെയൊക്കെ വേണം നമ്മുടെ ഒരു കണ്ണ് സംരക്ഷണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ പോർഷനിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പം നമുക്ക് അവിടെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കണ്ണ്? ബാഹ്യലോകത്തെക്കുറിച്ചുള്ള ധാരണ നൽകുന്ന പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ്. ബാഹ്യലോകത്തെക്കുറിച്ച് നമ്മുടെ ഒരു ചുറ്റുപാടിനെ കുറിച്ചൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത് കേട്ടോ. നമുക്കതിനൊരു അടുത്തൊരു പോയിന്റ് ഇല്ല. കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ ഇതാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ചെറിയ കാഴ്ച കുറവുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കണ്ണിൻ്റെ പൊസിഷനാണ്. അതായത് കണ്ണ് സ്ഥിതി ചെയ്യാൻ കണ്ണിനൊരു ബോണി ആയിട്ടുള്ള ഒരു ക്യാവിറ്റി, നമ്മുടെ തലയോട്ടിയിൽ ഒരു ചെറിയ ക്യാവിറ്റിയിലാണ് നമ്മുടെ കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് കണ്ടോ ഇതാണ് നമ്മുടെ തലയോട്ടി. ഭയങ്കര ഉറപ്പുള്ള ഒരു സാധനമാണ് നമ്മുടെ തലയോട്ടി. അതിൻ്റെ ഉള്ളിൽ കണ്ണിനതിൻ്റെ എവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ കണ്ണെന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിന് നമുക്ക് ഐ സോക്കറ്റ് അഥവാ നേത്രകൊടാരം എന്ന് പറയാം. എന്തൊക്കെയാ പറയാ? ഐ സോക്കറ്റ് അഥവാ നേത്രകോടാരം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ ആ കണ്ണിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഇനി കണ്ണിന് ചുറ്റും, കണ്ണിന്റെ ഈ കണ്ണെന്ന് പറയുന്ന ഒരു ബോൾ പോലെ ഇരിക്കുന്നത്, അതിന് ചുറ്റും നേത്രപേശികൾ അഥവാ ഐ മസിൽസ് കാണാൻ സാധിക്കും. നേത്രപേശികൾ, ഐ മസിൽസ് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കണ്ണിനെ അവിടെ ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ മിസ് ഇങ്ങനെയൊക്കെ ചലിപ്പിക്കാം. നമുക്ക് ഇങ്ങനെ വേണ്ട ഈ റേഞ്ചിൽ നമുക്ക് കണ്ണിനെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് കഴിയും. അങ്ങനെ ആ കണ്ണിന്റെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമുക്ക് നേത്രപേശികൾ അഥവാ ഐ മസിൽസ് നമ്മുടെ കണ്ണിലുള്ളത്. ഇനി ഐ ലാഷസ്, നമ്മളിങ്ങനെ കണ്ണൊക്കെ എഴുതി മസ്കാര, പെൺകുട്ടികൾ മസ്കാരയൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ കൊണ്ടെടുക്കൂലേ? എന്തിനാ അത്? മസ്കാര ഇട്ട് ഭംഗി കൂട്ടാനാണോ? അല്ല, പൊടിപടലങ്ങളിൽ നിന്ന്, ഡസ്റ്റിൽ നിന്നൊക്കെ നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഐ ലാഷസ് ഉള്ളത് കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഐ സോക്കറ്റ് അഥവാ നേത്രകൊടാരത്തെ പറ്റി പറഞ്ഞു, നേത്രപേശികൾ അഥവാ ഐ മസിൽസിനെ കുറിച്ച് പറഞ്ഞു, കൺപീലി അഥവാ ഐ ലാഷസിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നമുക്കൊന്നുകൂടെ വിശദമായിട്ട് പറയാം. ഇനി കണ്ണിന് നമ്മൾ ഒന്നും കൂടെ പരിശോധിക്കുകയാണെങ്കിൽ കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വേണ്ട കണ്ണിന്റെ മുകൾ ഭാഗത്ത് നമുക്കൊരു കൺപോള അഥവാ ഐ ലിഡ് ഉണ്ട്. ഐനെ ക്ലോസ് ചെയ്ത് വെക്കണം അല്ലെ? നമ്മൾ പെട്ടെന്നൊരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു സ്റ്റിമുലായി നല്ല ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കുക ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കണ്ണടയ്ക്കായിരിക്കും. അപ്പോൾ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഐ ലിഡ്സ് ഉള്ളത്. പല കാര്യങ്ങളിൽ നിന്നും, ഇപ്പോൾ സ്ട്രോങ് ലൈറ്റ് ആയിക്കോട്ടെ, ഡസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ എന്തിൽ നിന്നും നമുക്ക് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഐ ലിഡ്സ് അഥവാ കൺപോളയാണ്. ഇനി അതിൽ നിന്ന് നമുക്ക് വേറൊരാൾ അവിടെ കാണാൻ സാധിക്കും. കൺപോളയുടെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ കൺപോളയുടെ മുകൾ ഭാഗത്ത് നമുക്ക് ഒരാളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് കണ്ണുനീർ ഗ്രന്ഥി അഥവാ ലാക്രിമൽ ഗ്ലാൻഡ്. ചില സമയത്ത് എക്സാമിനൊക്കെ മാർക്ക് കുറയുമ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും, അല്ലെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരും, അല്ലെങ്കിൽ അടി കിട്ടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീഴുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും, ഒന്നുമില്ലെങ്കിൽ ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഈ കണ്ണിൽ നിന്ന് വെള്ളം വരുത്തുന്ന അല്ലെങ്കിൽ ടിയർ എന്ന് പറയുന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നത് നമ്മുടെ ലാക്രിമൽ ഗ്ലാൻഡ് ആണ്. ലാക്രിമൽ ഗ്ലാൻഡ് അഥവാ കണ്ണുനീർ ഗ്രന്ഥി എവിടെ കാണുന്നു? നമ്മുടെ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത്, ആൻറ്റീരിയർ പാർട്ടിൽ നമുക്ക് കാണപ്പെടുന്ന ഐലിഡ്സിൻ്റെ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ലാക്രിമൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ കണ്ണുനീർ ഗ്രന്ഥി. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഈ പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് അവിടെ പറയുന്നവ മറ്റു ചില സാധനങ്ങളാണ്
കൺജക്ടൈവ. കൺജക്ടൈവയ്ക്ക് മലയാളത്തിൽ നേത്രാവരണം എന്ന് പറയും കേട്ടോ. നേത്രാവരണം അഥവാ കൺജക്ടൈവ എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ കോർണിയ, ഈ കണ്ണിന് ഇങ്ങനെ തുറന്നു വെച്ച് നിങ്ങളങ്ങനെ നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കണ്ണിലേക്ക് നോക്കുക. തുറന്നു നോക്കുമ്പോൾ കണ്ണിൻ്റെ ഒരു ഭാഗം ഉന്തി നിൽക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഈ ഒരു മുൻഭാഗം ഉന്തി നിൽക്കുന്നുണ്ട്. ആ ഭാഗം ഒഴികെയുള്ള എല്ലാ ഭാഗത്തും കാണുന്നതാണ് കൺജക്ടൈവ എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. കൺജക്ടൈവ ഈസ് ദ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഐ. കണ്ണിന്റെ മുകൾ ഭാഗത്തെ കോർണിയ ഒഴികെയുള്ള കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിന്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന ഒരു സ്ഥലമാണ് നേത്രാവരണം. അപ്പം മുന്നിൽ കാണുന്ന ഈ കോർണിയ ഒഴികെയുള്ള കണ്ണിന്റെ മുൻഭാഗത്ത് എല്ലാം കവർ ചെയ്തിരിക്കുന്ന ഭാഗമാണ് കൺജക്ടൈവ എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ദ ഐലിഡ്സ് എക്സെപ്റ്റ് കോർണിയ. ഐലിഡ്സിന്റെ ഉള്ളിൽ വരെ കാണുന്നു, പക്ഷെ ഇവിടെ കാണുന്നില്ല, കോർണിയയുടെ മുൻഭാഗത്ത് കാണുന്നില്ല. കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ മുൻഭാഗത്തുള്ള ഭാഗം, ഈ ഒരു ഉന്തി നിൽക്കുന്ന ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫംഗ്ഷൻ, എന്തിനാണ് കൺജക്ടൈവ എന്നാണ് പറയുന്നത്? ഇറ്റ്സ് ഫംഗ്ഷൻ ആർ ദ പ്രൊട്ടക്ട് ദ ഐ, കീപ് ദ മോയിസ്റ്റ് ആൻഡ് ലൂബ്രിക്കേറ്റഡ്. നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കണ്ണിനെ മോയിസ്റ്റ് ചെയ്ത്, കാരണം എപ്പോഴും നനവുള്ളതാണ് അല്ലേ, ഇങ്ങനെ നനവുള്ളതായിട്ട് നിലനിർത്തുന്നതും, അതുപോലെ ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള, അത് വഴുവഴുപ്പുള്ള അങ്ങനെ ആക്കി നിലനിർത്താനും, അതുപോലെ പ്രിവെന്റ് ഡസ്റ്റ്, ജംസ് ആൻഡ് ദ പാർട്ടിക്കിൾ എൻറ്ററിങ് ഫ്രം ദ ഐ. അതായത് ഡസ്റ്റിനെയും പൊടിപടലങ്ങളെയും അതുപോലത്തെ അണുക്കളെയും ഒക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്ത് നിർത്താനും കൂടെ വേണ്ടിയിട്ടാണ് നമുക്ക് കൺജക്ടൈവ എന്ന് പറഞ്ഞ ഭാഗമുള്ളത്. അതായത് കണ്ണിനെ സംരക്ഷിക്കുക, ഈർപ്പമുള്ളതും വഴുവഴുപ്പുമുള്ളതാക്കി മാറ്റുക, പൊടി, രോഗാണുക്കൾ, മറ്റു പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുക എന്നിവയാണ് കൺജക്ടൈവയുടെ ധർമ്മങ്ങൾ. ഒന്നുകൂടെ പറയട്ടെ. കണ്ണിന്റെ മുൻഭാഗത്താണ് കാണപ്പെടുന്നത്. കോർണിയ ഒഴികെയുള്ള കൺപോള അടക്കമുള്ള ഭാഗത്ത് കൺജക്ടൈവ കാണപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ അതിന്റെ ധർമ്മങ്ങളാണ് പറയുന്നത്. പൊടിപടലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, കണ്ണിനെ മോയിസ്റ്റ് ചെയ്ത് നിലനിർത്തുക, ഈർപ്പമുള്ളതാക്കിയിട്ടും വഴുവഴുപ്പുള്ളതുമായിട്ട് നിലനിർത്തുന്നത്, അതുപോലെ രോഗാണുക്കള്, മറ്റ് പൊടിപടലങ്ങളൊക്കെ കണ്ണിലേക്ക് എൻറ്റർ ചെയ്യുന്നത് തടഞ്ഞു നിർത്താനൊക്കെയാണ് നമ്മുടെ കൺജക്ടൈവ എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ നേത്രാവരണം ഉള്ളത് എന്ന് ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനിയാണ് നമുക്ക് ലാക്രിമൽ ഗ്ലാൻഡിനെ കുറിച്ച് പറയണം. അതായത് ഇവിടെ കണ്ടതാണ് നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥി അഥവാ ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. കണ്ണുനീർ ഗ്രന്ഥി. ടിയേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലാക്രിമൽ ഗ്ലാൻഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലാക്രിമൽ ഗ്ലാൻഡ് ആണ് നമ്മുടെ കണ്ണുനീരിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടിയേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ലാക്രിമൽ ഗ്ലാൻഡ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണുനീർ ഗ്രന്ഥികളാണ്. കണ്ണുനീരിനെ ഉൽപ്പാദിപ്പിക്കുന്നത്, മനസ്സിലാക്കി വെക്കണം. ദീസ് ഗ്ലാൻഡ്സ് ആർ പ്രസന്റ് ഇൻ ദ ഐലിഡ്സ് ടുവാർഡ്സ് അപ്പർ പാർട്ട്. ഈ ഗ്രന്ഥികൾ കൺപോളകൾക്ക് മുകളിലായിട്ട് കാണപ്പെടുന്നു. ഈ ഭാഗത്ത് കൺപോളന്റെ മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് നമ്മുടെ ലാക്രിമൽ ഗ്ലാൻഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ലാക്രിമൽ ഗ്ലാൻഡ്? കണ്ണുനീരിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ടാണ് ലാക്രിമൽ ഗ്ലാൻഡ്. ടിയേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് ദ സർഫസ് ഓഫ് ദ ഐ മോയിസ്റ്റ്. കണ്ണുനീർ എന്തിനു വേണ്ടിയിട്ട് എസെൻഷ്യൽ ആണ്, എന്തിന് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്? മോയിസ്റ്റ്, കണ്ണിനെ മോയിസ്റ്റ് ചെയ്ത് നിലനിർത്താൻ, പ്രൊവൈഡിങ് ന്യൂട്രിയൻസ് ആൻഡ് എലിമിനേറ്റിംഗ് ദ വേസ്റ്റ് മെറ്റീരിയൽസ്. അത് കൃത്യമായിട്ട് നോക്കി വെക്കണം. ന്യൂട്രിയൻസ് കൊടുക്കാനും വേസ്റ്റ് മെറ്റീരിയൽസിനെ നീക്കം ചെയ്യാനും. പെട്ടെന്ന് കണ്ണിൽ പൊടി വീണ് കഴിഞ്ഞാൽ കണ്ണിന്ന് വെള്ളം നിറയും അല്ലേ. അപ്പോൾ ആ വെള്ളം നിറയുക എന്ന പ്രോസസ്സ് ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. അതായത് നമ്മുടെ കണ്ണിലുള്ള പൊടിപടലങ്ങളെ ഒഴുക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ ആ കണ്ണുനീരിന് ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ ഒരു എൻസൈമും കൂടെ കാണപ്പെടുന്നുണ്ട്. എൻസൈമിന്റെ പേര് കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. എൻസൈമിന്റെ പേരാണ് ലൈസോസൈം. എന്താണ് മക്കളെ? ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈമും കൂടെ നമ്മളെ കണ്ണിന്റെ ഉള്ളിൽ കാണുന്നുണ്ട്. ദ എൻസൈം കോൾഡ് ലൈസോസൈം പ്രസന്റ് ഇൻ ദ ടിയേഴ്സ് ഹെൽപ് ടു പ്രൊട്ടക്ട് ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ജംസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ലൈസോസൈം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എൻസൈം, ഈ എൻസൈമും കൂടെ അവിടെ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ലൈസോസൈം അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന എൻസൈമും അവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കണം. കൺജക്ടൈവ എന്താന്ന് പറഞ്ഞു. കൺജക്ടൈവ എന്ന് പറയുന്നത് കണ്ണിന്റെ മുകൾ ഭാഗത്ത് ആന്റീരിയർ പാർട്ടിൽ കാണുന്നു. ലൂബ്രിക്കേഷനും അല്ലെങ്കിൽ മോയിസ്റ്റി ഇതൊക്കെ നിലനിർത്തി ജംസിനൊക്കെ പ്രിവെന്റ് ചെയ്തൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൺജക്ടൈവ ഉള്ളത്. ഒരു കാര്യം കൂടെ, കൺജക്ടൈവിനെ ബാധിക്കുന്ന ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ അവിടെ കാണുന്ന ഒരു അസുഖമാണ് കൺജക്ടൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം. നമ്മുടെ ചെങ്കണ്ണ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, അത്
നോർമലായിട്ട് നമുക്കൊക്കെ കാണുന്നതാണ്. അത് അണുബാധ ഉണ്ടാവുന്ന കേട്ടോ. ഈ ഭാഗത്തിന് അണുബാധ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു അസുഖം വരുന്നത്, ചെങ്കണ്ണ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവുന്നത് കേട്ടോ. അതും കൂടെ ഓർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ കണ്ണുനീർ ഗ്രന്ഥി പറയുന്നത് ലാക്രിമൽ ഗ്ലാൻഡ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ലാക്രിമൽ ഗ്ലാൻഡ് കണ്ണിന്റെ മുകൾ ഭാഗത്ത് അപ്പർ പാർട്ടിൽ കാണപ്പെടുന്നു. അവിടെയാണ് കണ്ണുനീരിനെ ഉൽപ്പാദിപ്പിക്കലാണ് കണ്ണുനീർ ഗ്രന്ഥി അഥവാ ലാക്രിമൽ ഗ്ലാൻഡിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി നോക്കേണ്ടത് നമ്മുടെ കണ്ണുനീരിന്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പൊടിപടലങ്ങളൊക്കെ നശിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ പുറത്തേക്കാക്കുന്നത്, നമ്മുടെ ജെംസിനെയൊക്കെ നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമിൻ്റെ പേര് ഓർത്തിരിക്കണം. ലൈസോസൈം. 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ കൂടുതൽ സാധ്യതയുള്ള കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നില്ലേ നമുക്ക് എക്സാമിന്, അപ്പോൾ അതിലൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഇവിടെ കാണപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ജെംസിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി. അത്രേ ഉള്ളൂ അവിടെ ഭാഗത്ത് നമ്മൾ അത്രേ പറയുന്നുള്ളൂ.